സണ്ണി ജോസഫ് മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. വടകര പാർലമെന്റ് ഹൗസിൽ എന്തെല്ലാം കള്ളക്കളികളായിരുന്നു. കാഫീൻ സ്ക്രീൻഷോട്ട് ഓർമ്മയില്ലേ? കള്ളക്കഥ പ്രചരിപ്പിച്ചു. അവസാനം ആ കള്ളത്തരത്തെയും ഒളിച്ചാണ് ആ അടവുകളെ എല്ലാവരെയും ആ അടവ് നയങ്ങളെയെല്ലാം എതിർത്താണ് ഷാഫി പറമ്പിൽ ജനങ്ങളുടെ കോടതിയിൽ തിളക്കമാർന്ന വിജയം കരസ്ഥമാക്കി അതിശക്തമായ മുന്നേറ്റവുമായിട്ട് പോകുന്നത്. ഇത്തരത്തിൽ കോൺഗ്രസ് നേതാക്കന്മാരെയും ജനപ്രതിനിധികളെയും ഭീഷണിപ്പെടുത്തി അവരുടെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താമെന്ന് CPM കരുതിയിട്ടുണ്ടെങ്കിൽ അവർക്ക് തെറ്റുപറ്റി. കേരളത്തിലെ മുഖ്യമന്ത്രിയോട് ഞങ്ങൾ ആവശ്യപ്പെടുന്നു, ഈ ക്രിമിനലുകൾക്കെതിരെ നടപടി സ്വീകരിക്കണം. ക്രിമിനലുകളെ നിയന്ത്രിക്കാൻ പാർട്ടി തയ്യാറാകണം. പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിലേക്ക്, പറവൂരിലെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി ആക്രമണം നടത്തിയപ്പോൾ തന്നെ CPM പ്രതികളെ നിയന്ത്രിക്കാൻ, ഗുണ്ടകളെ നിയന്ത്രിക്കാൻ മാർക്സിസ്റ്റ് പാർട്ടിയും സർക്കാരും തയ്യാറാകേണ്ടതായിരുന്നു. എന്നാൽ അതിന് തയ്യാറായില്ല. അത്തരത്തിലുള്ള സംഭവങ്ങൾ ഇനിയും ആവർത്തിച്ചാൽ കോൺഗ്രസ് പാർട്ടി കയ്യും കെട്ടി നോക്കി നിൽക്കില്ല എന്നറിയിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിശക്തമായ പ്രതിഷേധത്തിൽ പങ്കെടുക്കാൻ കേരളത്തിലെ ജനങ്ങളോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. രാഹുൽ മാക്കൂട്ടത്തിന്റെ രാജിവെക്കാൻ ഷാഫി പറമ്പിലിനെയാണോ തടയേണ്ടത്? മുഖ്യമന്ത്രി വ്യക്തമാക്കട്ടെ. മുഖ്യമന്ത്രി വ്യക്തമാക്കണം. മുഖ്യമന്ത്രിയുടെ മന്ത്രിസഭയിൽ എത്ര സ്ത്രീപീഡകരുണ്ടെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണം. മുഖ്യമന്ത്രിയുടെ പാർലമെന്ററി പാർട്ടിയിൽ ബലാത്സംഗ കേസിലെ പ്രതിയുണ്ടോ എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണം. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ആരൊക്കെയാണ് പീഡന കേസിൽ പ്രതികളാകേണ്ടവർ ഉള്ളതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണം. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി, പ്രൈവറ്റ് സെക്രട്ടറി ആരായിരുന്നെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണം. കോൺഗ്രസിന്റെ നേതാക്കന്മാരെ വഴിയിൽ തടയാൻ CPM പാർട്ടിക്കോ കേരള മുഖ്യമന്ത്രിക്കോ പരിപാടിയുണ്ടെങ്കിൽ അത് പറയട്ടെ, പരസ്യമായിട്ട് പറയട്ടെ. KPCC അല്ല, KPCC രാഹുലിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. രാജി തീരുമാനിക്കേണ്ടത് വ്യക്തിയാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ രാജി തീരുമാനിക്കേണ്ടത് വ്യക്തിയാണ് എന്ന് സണ്ണി ജോസഫ് പറയുന്നു. ഒപ്പം തന്നെ ഇന്ന് ഷാഫി പറമ്പിലിനെതിരായ പ്രതിഷേധത്തെക്കുറിച്ചും അദ്ദേഹം പ്രതികരിക്കുകയായിരുന്നു.